അങ്ങനെ തെരഞ്ഞെടുപ്പിന് പിന്നാലെ വിഷുവും കടന്നുപോയി. വോട്ടെണ്ണാൻ ഈ ദിവസങ്ങൾ ബാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഇടവേളയിൽ നമ്മൾ ബേപ്പൂർ മണ്ഡലത്തിലേക്ക് പോവുകയാണ്. കോഴിക്കോട് ജില്ലയിലെ ഒരു തീരദേശ നിയോജക മണ്ഡലമാണ് ബേപ്പൂർ. ബേപ്പൂരിൻ്റെ പ്രത്യേകത അത് സ്ഥിരമായിട്ട് CPM സ്ഥാനാർത്ഥികൾ ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് എന്നുള്ളതാണ്. ഈ ബേപ്പൂർ മണ്ഡലത്തെ നേരത്തെ പ്രതിനിധീകരിച്ചിരുന്നത് സഖാവ് ചാത്തുണ്ണി മാസ്റ്ററായിരുന്നു. ചാത്തുണ്ണി മാസ്റ്റർ 1977 തോറ്റുപോയി. അതാണ് ഒരു മാർക്സിസ്റ്റ് സ്ഥാനാർത്ഥി, അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പിന്തുണയുള്ള സ്ഥാനാർത്ഥി ഏറ്റവും ഒടുവിൽ ഈ ബേപ്പൂർ മണ്ഡലത്തിൽ തോറ്റ തോൽവി. 80 മുതൽക്ക് വീണ്ടും ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയുള്ള സ്ഥാനാർത്ഥികളാണ് ജയിക്കുന്നത്. 80-ൽ നമ്മുടെ NP മൊയ്തീൻ ജയിച്ചു. പിന്നീട് ആ മണ്ഡലം ഇടതുപക്ഷം, NP മൊയ്തീൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു, പക്ഷേ അന്ന് അദ്ദേഹം A ഗ്രൂപ്പിലായിരുന്നു. അതുകൊണ്ട് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. അദ്ദേഹം ജയിക്കണത് 82 മുതൽക്ക് ആ മണ്ഡലം CPM തിരിച്ചു പിടിച്ചു. പിന്നീട് TK ഹംസ മത്സരിക്കാൻ തുടങ്ങി. ഹംസ പലതവണ ജയിച്ചു. ഹംസയെ തോൽപ്പിക്കാൻ വേണ്ടി ഒരിക്കൽ കോലീബി സഖ്യമുണ്ടാക്കി, കോൺഗ്രസ് ലീഗ് BJP സഖ്യം. ഡോക്ടർ മാധവൻകുട്ടി മത്സരിച്ചു, ഒരു വിശേഷം ഉണ്ടായില്ല. പിന്നെ അങ്ങനെ നിരന്തരമായിട്ട് CPMകാർ ജയിച്ചുകൊണ്ടേയിരിക്കുന്ന മണ്ഡലമാണ്, LDFകാർ ജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ് ബേപ്പൂർ. ആ ബേപ്പൂരിൽ പിന്നീട് നമ്മുടെ മുഖ്യമന്ത്രി അഖില കേരള ചക്രവർത്തിയായിരിക്കുന്ന സഖാവ് പിണറായി വിജയൻ, അദ്ദേഹത്തിൻ്റെ മരുമകന് സുരക്ഷിതമായൊരു സീറ്റ് നോക്കിയപ്പോൾ പെട്ടെന്ന് കണ്ണിൽപ്പെട്ടത് ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റ്, എത്ര പോയാലും പേടിക്കേണ്ടാത്ത സീറ്റ്, നിസ്സാരമായിട്ട് ജയിക്കാവുന്ന സീറ്റ് എന്ന് നോക്കി തിരഞ്ഞെടുത്ത മണ്ഡലമാണ് ബേപ്പൂർ. ബേപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം സഖാക്കളുടെ ഒരു വലിയ കോട്ടയാണ്, കൊത്തളമാണ്. അവിടെ CPM സ്ഥാനാർത്ഥികൾ മാത്രമേ സമീപകാലത്തൊക്കെ ജയിച്ചിട്ടുള്ളൂ. മുഹമ്മദ് റിയാസ് മത്സരിച്ചിട്ട് പോലും ജയിച്ചു എന്ന് പറഞ്ഞാൽ ആ മണ്ഡലത്തിൻ്റെ ഒരു CPM സ്വഭാവം എത്രയാണെന്ന് നിങ്ങൾ ഊഹിച്ചാൽ മതി. അവിടെയാണ് ഇദ്ദേഹം വീണ്ടും ജനഭീതി തേടുന്നത്. അദ്ദേഹം മണ്ഡലത്തെ നന്നായിട്ട് പരിപാലിച്ച ആളാണ്. ടൂറിസം ഇൻഡസ്ട്രിയിലാണെങ്കിലും മറ്റ് കാര്യങ്ങളും മരാമത്ത് വകുപ്പിലൊക്കെ ആണെങ്കിലും നന്നായിട്ട് ശ്രദ്ധിച്ച ആളാണ്. 5 കൊല്ലം കഴിഞ്ഞ് വീണ്ടും ജനങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും എന്നറിയാവുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ നല്ല പ്രവർത്തനം കാഴ്ചവെച്ച ഒരു MLAയും മന്ത്രിയുമായിരുന്നു നമ്മുടെ കാരണഭൂതൻ്റെ മകളെ കല്യാണം കഴിച്ച സഖാവ് മുഹമ്മദ് റിയാസ്. അപ്പോൾ റിയാസിനെതിരെ മത്സരിക്കാൻ ആര് വേണം എന്ന് ചോദിച്ചപ്പോൾ അടിയൻ ലച്ചിപ്പോം എന്ന് പറഞ്ഞ് അടർക്കളത്തിൽ ചാടി വീണ ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് PV അൻവർ. PV അൻവർ CPM സഹയാത്രികനായിരുന്നു, LDFൻ്റെ MLA ആയിരുന്നു, സ്വതന്ത്ര MLA ആയിരുന്നു. അദ്ദേഹം വലിയൊരു പരാക്രമിയാണ്, പരിശ്രമശാലിയാണ്. അദ്ദേഹമാണ് നിലമ്പൂർ സീറ്റ് ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിച്ചത്. അങ്ങനെ ഉള്ള ധീരശൂര പരാക്രമിയായ PV അൻവർ ഇത്തവണ ബേപ്പൂർ മണ്ഡലത്തിൽ മത്സരിക്കുകയാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ നിലമ്പൂർ മത്സരിക്കായിരുന്നു, അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിൽ തന്നെ എവിടെയെങ്കിലും മത്സരിക്കായിരുന്നു. പക്ഷേ ഇദ്ദേഹം എന്തുകൊണ്ട് ഈ മണ്ഡലം തിരഞ്ഞെടുത്തു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ എതിർ സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് പല കണക്കുകൾ തീർക്കാനുണ്ട്. അതും പിണറായിസത്തിനും മരുമോനിസത്തിനും എതിരുമായിട്ടുള്ള ഒരു വലിയ കുരിശുദ്ധമായിട്ട് മാറും. അപ്പോൾ ഇതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ BJPക്ക് സാമാന്യ ശക്തിയുള്ള സ്ഥലമാണ് ബേപ്പൂർ. എനിക്ക് തോന്നുന്നു BJPക്ക് ഏറ്റവും അധികം വോട്ടുള്ള മണ്ഡലം ബേപ്പൂരാണ്. അപ്പോൾ BJP സ്ഥാനാർത്ഥി പിടിക്കുന്ന വോട്ടും വളരെ പ്രധാനമായിരിക്കും. ഇനി ഈ യുദ്ധത്തിൽ, ഈ തെരഞ്ഞെടുപ്പ് യുദ്ധത്തിൽ നമ്മുടെ മുഹമ്മദ് റിയാസ് അങ്ങനെ തോറ്റാൽ അത് കാരണഭൂതന് വലിയ പരാജയമായിരിക്കും, തിരിച്ചടിയായിരിക്കും. അതേസമയം ഇവിടെ തോറ്റു കഴിഞ്ഞാൽ PV അൻവറിൻ്റെ രാഷ്ട്രീയ ജീവിതവും ഏതാണ്ട് അവസാനിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ രണ്ട് വില്ലാളി വീരന്മാർ തമ്മിൽ ഏറ്റുമുട്ടുന്ന കാഴ്ചയാണ് ബേപ്പൂരിൽ കാണുന്നത്. BJP പിടിക്കുന്ന വോട്ട് നിർണായകമായിരിക്കും. അത് ആരെ കൂടുതൽ ബാധിക്കും എന്ന് ഈ ഘട്ടത്തിൽ പറയാനായിട്ടില്ല. ഇപ്പോഴത്തെ നിലയ്ക്ക് പിന്നെ BJP സ്ഥാനാർത്ഥി പിടിക്കുന്ന വോട്ട് എത്രയായിരിക്കും എന്നോ അത് ആരെയാണ് കൂടുതൽ ബാധിക്കുക എന്നോ നമ്മൾ ഈ ഘട്ടത്തിൽ പറയാൻ പറ്റില്ല. പറയാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. BJPയുടെ വോട്ട് ഷെയർ വർദ്ധിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും ആർക്ക് ഗുണം ചെയ്യും, അത് വോട്ട് ഷെയർ കുറയുകയാണെങ്കിൽ അത് ആർക്ക് കൂടുതൽ ഗുണകരമാകും എന്നൊന്നും ഞാനിപ്പോൾ പ്രവചിക്കുന്നില്ല. സാധാരണഗതിയിൽ നോർമൽ ടെമ്പറേച്ചർ പ്രഷറിൽ റിയാസ് ജയിക്കാനുള്ള സാധ്യത എന്ന് കരുതി അംഗക്കളത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന ഒരു പോരാളിയല്ല നമ്മുടെ പ്രിയങ്കരനായ PV അൻവർ എന്നുള്ളതും പ്രധാനമാണ്. അപ്പോൾ ആര് ജയിച്ചാലും തോൽക്കാൻ പോകുന്നത് ബേപ്പൂരെ പ്രബുദ്ധരായ വോട്ടർമാരായിരിക്കും. അക്കാര്യത്തിൽ സംശയം വേണ്ട. ലാൽ സലാം.